ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നും കേരളത്തിൽ ചിത്രം എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാക്കുകയെന്നും ഹൈക്കോടതി. വിസിയുടെ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ചോദ്യം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. വിശദമായ സത്യവാങ്മൂലം നൽകാൻ വിസിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാജേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്താണ് ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ ഈ ഹൈക്കോടതി വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഒപ്പം എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞത്? വിശദാംശങ്ങൾ. അഖില, സാധാരണക്കാർക്ക് പോലും തോന്നുന്ന ഒരു കാര്യമാണ് ബാലിശമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാര്യം. ഗവർണറെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ രജിസ്ട്രാർ പ്രഥമദൃഷ്ട്യ രജിസ്ട്രാർ പെരുമാറിയെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷന് ഹൈക്കോടതി സ്റ്റേ നൽകാതിരുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ചാൻസലർ കൂടിയാണ്. ഏറ്റവും രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഗവർണറെ വരുന്ന ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുന്ന രീതിയിൽ ആ ചടങ്ങ് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ രീതിയിൽ അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. അതൊരു പ്രോട്ടോകോൾ ലംഘനവും കൂടിയാണ്. ഈ ഒരു സാഹചര്യം വിലയിരുത്തിയാണ് ഹൈക്കോടതി ഈ സസ്പെൻഷന് സ്റ്റേ അനുവദിക്കാറുന്നത്. ഭാരതാംബ എന്ന ഒരു പ്രതീകം അവിടെ ഉണ്ടായതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നാണ് കോടതി ചോദിക്കുന്നത്.